അവിടെ ജൗളിക്കടയിലോട്ട് പോവാം. നീ അങ്ങോട്ട് വാ, നിനക്ക് ചേരുന്ന ഡ്രസ്സ് നമുക്ക് അവിടെ നിന്ന് എടുക്കാം. ആ മോനെ, വണ്ടി എടുത്തു. ഗുഡ് മോർണിംഗ്. ഇത് ഏറ്റവും മൂവ്മെന്റ് ഉള്ള സാധനമാണ്. ഗൗതമി, അതെ നാട്ടിലറിയപ്പെടുന്ന കാട്ടുകോഴിയാ, സൂക്ഷിച്ചുകൊണ്ടൊക്കെ പോണേ. കോഴി ഞാൻ കഴിച്ചു വെച്ച് കൊല്ലും. ചേച്ചി കിട്ടിയോ? വന്നോട്ടെ. നീ ഇന്നലെ വന്ന സ്റ്റോക്ക് ചെക്ക് ചെയ്തായിരുന്നു? ഇല്ലല്ലോ. ചെല്ല്, ഉത്തരവാദിത്തം കുറഞ്ഞു വരുന്നുണ്ട്. പോ. എന്താ എന്താ വിളിച്ചേ? ഗൗതമി, ഇവിടെ ജോലിയെല്ലാം സുഖമായിട്ട് പോകുന്നില്ലേ? കസ്റ്റമേഴ്സിനെ കൊണ്ട് ശല്യമൊന്നുമില്ലല്ലോ? കസ്റ്റമേഴ്സിനെ കൊണ്ടൊന്നും ശല്യമില്ല. അത് മതി. അതെ ഗൗതമി, കസ്റ്റമേഴ്സിനെ കുറച്ചും കൂടി സ്വാധീനിക്കാൻ പഠിക്കണം. അല്ല പേടിക്കണ്ട, അനന്തേട്ടനില്ലേ ഇവിടെ, ഞാനെല്ലാം പഠിപ്പിക്കാം. ഞാൻ സാധാരണ MBA കഴിഞ്ഞ പിള്ളേരെയാണ് ഇവിടെ ജോലിക്ക് നിർത്താറ്. പിന്നെ കരുണേട്ടൻ കുട്ടിയുടെ വീട്ടിലത്തെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞപ്പോ അനന്തേട്ടന്റെ മനസ്സിൽ വല്ലാത്തൊരു വിങ്ങലായിരുന്നു. പാവൻ ഞാൻ. താനിനെ അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. കാരണം എന്താ അനന്തേട്ടനില്ലേ ഇവിടെ? കുട്ടിക്ക് അറിയോ, നന്മ എന്നും എനിക്കൊരു വീക്ക്നെസ് ആയിരുന്നു. കുഞ്ഞിലേ മുതൽ എന്റെ അമ്മ എന്റെ അടുത്ത് അമ്മച്ചിയോ മോൾ ഇവിടെ ആയിരുന്നു വർക്ക് ചെയ്യുന്നത്. അമ്മച്ചിക്ക് എന്താ വേണ്ട? എനിക്കൊരു ഷർട്ട് വേണം, ഞാൻ എടുത്തു തരാം. കസ്റ്റമർ നിൽക്കുന്ന കാണുന്നില്ലേ? എന്താ വേണ്ടെന്ന് വെച്ചാൽ അമ്മച്ചിക്ക് എടുത്തു കൊടുക്കും. ഗൗതമി പോയി. ആർക്ക് വേണ്ടിയാ? എന്റെ മോന് വേണ്ടിയാ. എന്തെങ്കിലും വിശേഷം? ബർത്ത്ഡേ. അപ്പൊ ട്രീറ്റ് ഉണ്ട്. തരാലോ. സൈസ് എത്രയാ? സൈസ് 42. ഓക്കെ, മോന് എന്റെ സെലക്ഷൻ. അടിപൊളിയല്ലേ? ഞാൻ മോനൊന്ന് വിളിക്കട്ടെ, അവൻ വരാന്ന് പറഞ്ഞു. വിളിച്ചോക്ക്. എന്റെ മോനെത്തി. അത് അവൾക്ക് വേറെ കസ്റ്റമർ വന്നിട്ട് അപ്പുറത്തോട്ട് പോയി. മേഡം ഇതല്ലേ സെലക്ട് ചെയ്ത്? എത്രയായി? 920. 920 അല്ലേ? ആയിട്ടുണ്ടേ. ശരി. ഇനി എന്തെങ്കിലും വേണോ? പിന്നെ എന്നെ നോക്കുന്നേ. ബാ.
ഇതാര്? ഹലോ ഗൗതം സാർ, വീട് എടുത്താണോ? നമുക്കിനി പടക്കൊക്കെ കാണാലോ അല്ലേ? മോനെ ആ, പോയിട്ട് വരാം. ചായ ആ, ആ. എടുത്ത് വെച്ചിട്ടുണ്ട്, കുടിച്ചോണം. കൊടുത്തേക്കാം അമ്മച്ചി. ആ. അപ്പൊ ശരി എന്നാ. ഡാ, ആ ആ കൊച്ചു വന്നിട്ട് പോയോ? ദാപ്പ് വന്നേച്ച് പോയുള്ളൂ. ആ എന്നാ അമ്മച്ചി? നീ പത്രം എടുത്തേക്കണേ, ഞാനിവിടെ വെച്ചേക്കാം. ആ നേരത്തെ ഇങ്ങ് വന്നേക്കണേ. ആ ശരി. എന്നാ പിന്നെ വണ്ടി ഓഫ് ചെയ്യേ. ഞാൻ കുറെ നേരമായിട്ട് ചലക്കാൻ കിട്ടും, എന്റെ കോൺസെൻട്രേഷൻ പോണും. ആ അങ്ങനെ വിട്ടു വിട്ടെ, ഞാനിപ്പോ വരാം. സ്കൂട്ടർ ഞാൻ പാടത്തിട്ടാവും. പിന്നെയും വീണു. എങ്ങോട്ടീ പത്രം വലിച്ചെറിഞ്ഞ്? അതെ, ഇവിടെ ഈ സാധനം വെച്ചേക്കുന്ന കാണാനല്ല. നീ പത്രം വലിച്ചെറിഞ്ഞാണോ? ഒന്നാമത് എനിക്ക് സമയമില്ല, അതിന്റെ കൂടെ വഴി അറിയത്തില്ല. അല്ല, നേരത്തെ പത്രം ഇട്ടോണ്ട് ആ കൊച്ചെന്തി? എനിക്കൊന്നും അറിയാൻ പാടില്ല. രാവിലെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ആ തോന്നിവാസി. അതൊന്നും പറ്റി? ആ ഒന്നാമത് എനിക്ക് വഴി അറിയത്തില്ല. വല്ലോടത്തും കിടന്ന് ഉറങ്ങണ്ട, ഞാനാണ് ഈ പണിയെടുക്കേണ്ടത്. അല്ല പിന്നെ ഇങ്ങനെ ഇരിക്കും, പറഞ്ഞേക്കാം. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതെ അതെ, ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെയാണ്. ഒന്നുമില്ല. എന്താ പറ്റിയേ? അച്ഛന് നല്ല സുഖമില്ല, നെഞ്ചുവേദനയാ. ഗൗതമി എന്തിയേ? ഗൗതമി വണ്ടി വിളിക്കാൻ പോയേക്കുവാ. ഒന്നുമില്ല മോളെ. റാലമോ മോനെ, അമ്മച്ചി ലൊക്കേഷൻ ഇട്ടേക്കാം. മോനെ കാർ കൊടുത്തേ നമ്മുടെ വീട് അക്കരയ്ക്ക് വരുവോ? എന്നാ അമ്മച്ചി? അതൊക്കെ പറയാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലേ കരിയോക്കാരുടെ വീഡിയോ വെച്ചാൽ മതി. എളുപ്പവാ അമ്മച്ചി, ഞാൻ താ എത്തി കേട്ടോ. എളുപ്പം കൊണ്ടുവാ. ഇങ്ങോട്ട് കയറ്റിക്കോ. ഇങ്ങോട്ട് കയറി വാ. അവരെ നോക്കിയെടുത്തു. ആ അമ്മച്ചി കയറും. വാ പോ. ആ, കേറുവാ മതി. ഡ്രൈവറിന്റെ അമ്മച്ചി മോനെ, ഇവരെ കൊണ്ട് വന്ന ആശുപത്രി ഞാൻ ഈ ആരെയൊക്കെ പിന്നെ പറയാന്ന്. ഡ്രൈവർ വണ്ടിയിട്. ചാ കൊടുക്കപ്പെടാം. നമുക്ക് ഓട്ടോ പിടിച്ചു പോവാം. വീണവായനം ഏതാ പെണ്ണുപിള്ള? ഏതാ പയ്യൻ? അപ്പച്ചിയുടെ മോന്. ഈ തള്ള ഇവിടെ എത്തിയോ? നോക്കണ്ട നോക്കണ്ട കേട്ടോ, നോക്കരുതേ. സഖാവ് എന്തിനാ പേടിക്കുന്നത്? ഞാനല്ല അതാണ് എന്റെ പേടി. ആ ശരി, തല ഉഞ്ചു കള്ളന്മാരിലോട്ട് നടക്ക്. ആ ആ, അതാ മാധവേട്ടന്റെ മക്കളല്ലേ? അവരെന്താ ഇവരിലൂടെ? സഖാവോടൊന്നേ ഞാൻ ഇപ്പൊ അമ്മച്ചി, അമ്മച്ചി ഈ മണ്ടം കൊളാക്കി. അമ്മച്ചി എടക്കിളവാ, തനിക്ക് എന്റെ അപ്പൂപ്പന്റെ അപ്പന്റെ പ്രായമില്ലേ? എന്താ അതിന്റെ പ്രശ്നം? എടാ ഭീമസേന, നിന്നെ കഴിക്കാൻ പറ്റിയതാ? ഉറുമ്പ് കടിച്ചതാ. ചുമ്മാതാ ഒരു പെൺകുച്ചിനെ വിളയ്ക്കാൻ നോക്കിയതാ. മണ്ടം ഗുണാപ്പി ഉണ്ണിക്കുട്ടൻ ചേട്ടാ ഇവിടെ വന്നേ. കൈ പിടിക്കണ്ട. ഒരു മണ്ടത്തരം പറഞ്ഞിട്ട് വേഗം വന്ന് എനിക്ക് പൊറോട്ടും ബീഫ് റോസ്റ്റും വാങ്ങിത്താ. ഇല്ല, ഞാൻ ഇട്ടിക്കാൻ പാർട്ടി ഓഫീസിലോട്ട്. അതെ, ഇവിടുത്തെ ഐസു എവിടാ? ഇത് വഴി ഒന്നാം നില. ആ ശരി, വാ മക്കളെ. ആ ചെല്ല മോനെ. അമ്മച്ചി എങ്ങനെയുണ്ട്? ആള് ഐസിയുല. സീരിയസ് ആണോ?
സീരിയസ് ആണോ ചോദിച്ചാ കുറച്ച് സീരിയസാ. നിങ്ങൾ ഓട്ടോക്കാണോ വന്നേ? കഥ ആ കഴിച്ചായിരുന്നു. മോളെ ഇതാ എന്റെ മോൻ കോര. എക്സ്ക്യൂസ് മീ സോറി അനന്തേട്ടൻ വാ. ഗൗതമി, അപ്പൂപ്പൻ എങ്ങനെയുണ്ട്? ഒബ്സർവേഷനിലാ. കിടക്കട്ടെ. ഒബ്സർവേഷനിലോ റിസർവേഷനിലോ എവിടെയാന്ന് വെച്ചാ കിടക്കട്ടെ. പൈസ നമുക്കൊരു പ്രശ്നമല്ലല്ലോ. എന്നാലും ആരാ ഈ ചെറിയ ഹോസ്പിറ്റലിലേക്കൊക്കെ എത്തിച്ചേ? ടൗണിൽ എത്ര നല്ല ഇനി എന്തൊക്കെയും കാണണം. ഹോസ്പിറ്റൽ ഞാൻ വിളിച്ചു പറഞ്ഞേനല്ലോ. ആ അമ്മേ മോളെ, ഇനി ഇവിടുത്തെ കാര്യങ്ങൾ ആലോചിച്ച് ഒന്നും ടെൻഷൻ വേണ്ട. അനന്തനുണ്ട് ഇവിടെ, ഇല്ല ഗൗതമി? അമ്മ കൈങ്ങ് നീട്ടിക്കേ. ആ കൈങ്ങ് നീട്ട്. മോനായിട്ട് തന്നെ കണ്ടാ മതി. എന്താ ഗൗതമി ഇത്? പറഞ്ഞില്ലേ ഞാനൊരു അന്യനാണോ? ഗൗതമി പറ, ഞാൻ ഇത്ര നാൾ നമുക്ക് പോവാം. അതെങ്ങനെ ശരിയാവും? എന്നെ ലമിച്ച 1 man show ഇറക്കില്ലേ? പെട്രോൾ വാഷിംഗിൽ വാങ്ങിച്ചിട്ട് പോവാം. അല്ലേ റാലമ്മയ്ക്ക് വിഷമാവും. ഞാൻ പോവാ, നീ വരുന്നുണ്ടോ? ഞാൻ ഇവിടെ നിന്നിട്ട് എന്നെ നീ ആ പെട്രോൾ കാശൊക്കെ വാങ്ങിച്ചിട്ട് വന്നാ. അതൊക്കെ നമുക്ക് പിന്നെ മേടിക്കാന്നേ. നമ്മുടെ ആരോഗ്യമൊക്കെ നോക്കണ്ടേ നമ്മള്? ഞാൻ പോവാ, എല്ലാവരും എനിക്ക് തന്നെ വരണം. ഗൗതമി, ഇനി എന്താവശ്യം ഉണ്ടെങ്കിലും അനന്തേട്ടനെ വിളിച്ചാൽ മതി കേട്ടോ. എന്റെ പൊന്നു നന്മമരമേ, എന്റെ അടുത്ത് പിണങ്ങി പോവല്ലേ? ബാ ഇങ്ങോട്ട് വിട്ടേളാ, നമ്മൾ കാണാത്തൊന്നുമല്ലോ. ഡ്രൈവറെ പോണോ? അല്ലടാ നാറി, നിന്റെ അപ്പനെ കൂടെ കൊണ്ടുവരാൻ പോവാ. നീ വരുന്നോ? അല്ല, അവൻ വീട്ടിൽ വെച്ച് തുടങ്ങിയ ഡ്രൈവറെ. ഒരുത്തന്റെ കയ്യിൽ ചെയിനും മറ്റവന്റെ പ്ലാസ്ക് ആവശ്യത്തിന് ഉപകരിക്കാൻ ഒരുത്തനും ഇല്ലായിരുന്നു. ഇപ്പൊ അവന്മാര് മെയിനായി. കറിയാച്ചി ഇപ്പൊ അങ്ങോട്ട് വരും. നീ ബാ, നമുക്ക് വീട്ടിലോട്ടോ ബാ. ഓ കൊള്ളാലോ, ഇന്ന് ഉച്ചയ്ക്ക് കയറാന്ന് പറഞ്ഞ് ഇറങ്ങിയതാ. അത് കയറിയില്ലെങ്കിലേ മൊത്തത്തിൽ പ്രശ്നം. അല്ല, എനിക്ക് അറിയാൻ മേലാണ്ട് ചോദിക്കുക, റാഹലമ്മയ്ക്ക് ഉടനെ തന്നെ പാലാക്കി തിരിച്ചു പോകണമെന്നുണ്ടോ? ഇല്ലല്ലോ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, ഈ കാറിലോട്ട് കയറിക്ക്. നല്ല വേല, ഓട്ടോ കയറ്റി വിടാം. ഇച്ചാനാ നിർബന്ധം ഇത് ഉടനെ നടത്തണമെന്ന് അല്ലേ? ആണോടാ കറിയാച്ചാ, നിനക്കാണോ നിർബന്ധം? എന്ന് പറഞ്ഞാ പെങ്കൊച്ചിങ്ങനെ പോരാ നിറഞ്ഞു നിൽക്കുകയല്ലേ? കെട്ടുന്നവനും ഓക്കെയാണ്, പിന്നെ എനിക്കെന്നാ പ്രശ്നം? നമുക്ക് നടത്താടാ. മോളിങ്ങി വന്നേ. ലിസിയെ, നിന്റെ ചേച്ചിയുടെ മുകളിൽ മിടിക്കുക. ഇവളെ ഞാനിങ്ങ് എടുക്കുക. നിങ്ങൾ ഇവിടെ താമസിക്കുകയാണെന്ന് പറഞ്ഞപ്പോ മുതൽ ഒറ്റ നിർബന്ധം, കുട്ടനാട് കാണും. അവനെത്തിയിട്ടുണ്ട്. നിങ്ങളിപ്പോ ഇതൊന്നും പറയണ്ട, ഞാനേ പരുവത്തിന് പറഞ്ഞോളാം. നീ ഉണ്ടായിരുന്നോ? ഞാനെത്തി. അമ്മച്ചാ, എന്നോട് വിശേഷം? വെള്ളമടിക്കൊന്നൊരു കുറവില്ലല്ലേ? ലാഭത്തിലായെന്ന് പറഞ്ഞു. എന്താണ് എന്റെ പൊന്ന റാഹേലമ്മോ, ഏതോ മെലങ്കോളം ഉണ്ടല്ലോ. എന്തുവാ? പറ. ഇവളിവിടെ 2 ദിവസം നിൽക്കാൻ വന്നതാ. കൂട്ടനടക്കി കാണണമെന്ന്. നീ 2 ദിവസം ലീവ് എടുത്ത് അവളെ ഇവിടെ ഒക്കെ ഒന്ന് കാണിക്കണം. ഞാനിപ്പോ കേറിയതല്ലേ ഉള്ളൂ, ലീവ് എടുത്ത പണിയാവോ? ജാടിടാതെ അവൾ ഇപ്പൊ ഒന്ന് പുറത്തു കൊണ്ടു. അവൾക്ക് എന്തോ വാങ്ങാനുണ്ടെന്ന്. ഞാൻ കുളിച്ചേച്ചു വരാം. നിർത്തേക്കാം. നല്ലൊരു മനുഷ്യനായിരുന്നു മാധവൻ നാരിച്ചേട്ടൻ. പിരിവ് വെച്ച തരൂല, നന്നായി മരിച്ചത്. നോക്കണ്ട ആമീനോക്കെ അതാണ് കൊമ്പൻ സ്രാവ്. കണ്ട, നമ്മളാ കഴിയുന്നൊരു നന്മ നമ്മളങ്ങ് ചെയ്തു എന്ന് കൂട്ടിയാൽ മതി. മോളെ, അതെ, അവളോടൊന്നും ചോദിച്ചു വേപ്പിക്കണ്ട. അനന്തേട്ടാ, ഗൗതമി ഒരു കാര്യം ചെയ്യും, അനന്തേട്ടനുണ്ടല്ലോ ഇവിടെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവരോട് അല്ല വേണ്ട, എന്നോട് തന്നെ പറഞ്ഞാൽ മതി. അനന്തേട്ടൻ വേണം ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഇനി നോക്കാനായിട്ട്. ശംഖു, കുടുംബമല്ലേ?
എന്താ? മോളെ എവിടുന്നാ? മോളെ എവിടത്തെയാ? ഞാനിവിടെ വാരിക്കോട്ടെ ചാക്കോച്ചായന്റെ വീട്ടിലെ വാടകയ്ക്ക് താമസിക്കാൻ വന്നത്. മോനിവിടെ KSRTC ജോലിയുണ്ട്. എവിടെ ഉള്ളവരാ? പാലക്കാരൻ. പാലായിന്ന് വന്നു. എല്ലാം പറഞ്ഞു ഏൽപ്പിച്ചിട്ടില്ലേ? അവര് വന്നിട്ട് പിന്നെ ഗൗതമി, നാളത്തെ ചടങ്ങിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് ടെൻഷൻ ആവണ്ട കേട്ടോ. ഡാ ശങ്കു, ഞാൻ അമ്മമാരെ എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. നീ എന്താവശ്യം ഉണ്ടെങ്കിലും അമ്മമാരോട് പറഞ്ഞാൽ മതി കേട്ടല്ലോ. എല്ലാത്തിനും കൂടെ ഞാനുണ്ടാവും. കല്ലുപ്പാറത് വിമലമായി വന്ന ഉടനെ തന്നെ നമുക്ക് എടുക്കാതിരിക്കും. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്ത് കുഴപ്പം? എടുത്തോ. ചേച്ചിയല്ലടാ പറയുന്നത്. ആ ഗൗതമിയുടെ കാര്യം കഷ്ടമാണ്. ഉണ്ടായിരുന്ന ജോലിയും പോയി, ഇപ്പൊ അവളുടെ അപ്പൂപ്പനും പോയി. പാവം. സാറേ, സാറിനെ പറ്റി ഞാൻ എന്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. സാർ ഒന്ന് എന്റെ വീട്ടിൽ വരണം. ചെല്ലണം കേട്ടാ. കോര സാറിന് ഞാനൊരു കാര്യം ചോദിക്കാനിരിക്കുകയായിരുന്നു. എന്നാ സാറേ? ഈ ഗൗതമി സാറിന് കോര സാറിനോട് എന്താ എത്ര വിരോധം? എനിക്കറിയില്ലെന്നേ. എന്തായാലും അതോട് സാറേ, സാർ കഴിച്ചു കഴിഞ്ഞാ സാർ എന്റെ കൂടെ വന്നേ. പോ. ഞാൻ സാറേ ഒന്ന് അവിടെ നിന്നേ. ഞാനേ അയാളവിടെ ഇരുന്നോണ്ടൊന്നും പറയാഞ്ഞത്. അയാൾ ആള് ശരിയല്ല സാറേ. സാറിനെ പറ്റി എന്തെല്ലാം കുറ്റങ്ങൾ പറയണമെന്നറിയോ സാറിന്? ഒരു മിനിറ്റ്. ഹലോ അമ്മച്ചാ, നിനക്കൊരു രജിസ്റ്റേർഡ് വന്നിട്ടുണ്ട്. ഓ നീ ഇന്ന് തന്നെ വരണം. ഇന്നൊക്കെ അല്ലെന്നേ. അതെന്നാടാ? ഞാൻ ഡ്യൂട്ടിയല്ല, നാളെ എത്തിയേക്കാം. നാളെ എങ്കിൽ നാളെ. ഉറപ്പാന്നേ, നാളെ എത്തിയേക്കാം. ഓക്കെ അമ്മച്ചാ. നീ രേഷ്മ പറ. അതെ, സാറിനോടുള്ള സ്നേഹം കൊണ്ട് പറയുക. അതെനിക്കറിയാലോ. ഞാൻ എന്താ പറയാമെന്ന് വെച്ചാലേ, ഡ്യൂട്ടിക്ക് സമയമായി. അതെ എനിക്കൊരു കാര്യം. റൂട്ട് മാറ്റി ഓടിക്കാൻ നോക്കല്ലേ. ഗൗതമി സാർ, ഇതെന്നാ പറ്റി? ഇന്ന് വണ്ടി എടുത്തില്ലയോ? എടോ താൻ വെറുതെ, തനിക്ക് എന്താ വേണ്ടേ? ഈ എന്റെ സ്ഥാനത്ത് വേറെ PSC ടെസ്റ്റ് ഒക്കെ എഴുതിട്ട് വന്നാലും തന്റെ ജോലി പോകും. തന്റെ ഒരു ടെമ്പററി ജോലിയായിരുന്നല്ലോ. പിന്നെ വെറുതെ എൻ്റെ അടുത്ത് എന്തിനാ ഇങ്ങനെ റോഷങ്ങളൊന്ന്? പിന്നെ എനിക്കാണെങ്കിൽ കുട്ടനാടും ഇവിടെയുള്ളവരൊക്കെ ഇഷ്ടപ്പെട്ട് വരുക. കുട്ടനാട്, പാല കുട്ടനാട് നല്ല രസമായിരിക്കില്ലയോ? നമുക്ക് വളരെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് പോകുന്നല്ലേ അതിൻ്റെ ഒരു രസം. പിന്നെ PSC ടെസ്റ്റ് ഒക്കെ എഴുതി നിൽക്കുന്നുണ്ട്. തൻ്റെ പേര് എന്തായാലും റാങ്ക് ലിസ്റ്റിൽ വരും. താൻ വായിച്ചിട്ടില്ലേ അബ്ദുൽ കലാം സാറിന്റെ വിങ്സ് ഓഫ് ഫയർ? സ്വപ്നങ്ങൾക്ക് ചിറക് വെച്ച് പറക്കണം. അപ്പൊ ഡോണ്ട് ലൂസ് ഹോപ്പ്. എടോ താൻ നിന്ന് കഥാപ്രസംഗം പറയാതൊന്ന് പോയേ. എനിക്ക് പോയിട്ട് കുറെ ജോലിയുണ്ട്. ഇതന്നെ വീണ്ടും ജോലിയോ? ജോലിക്ക് വെച്ച് എന്ത് ചെയ്യുന്നു? ഒന്ന് പറഞ്ഞിട്ടോ? വെളുപ്പാങ്കാലത്ത് പത്രം, പിന്നെ തുണിക്കട, പിന്നെയും ജോലിയോ? ഇത് എവിടെ കൊണ്ട് വെക്കുന്നു? സർവശക്തനിരുമായിരിക്കുന്ന സർവേശ്വരാഭാഗതിയായിരിക്കുന്ന മരത്തിന്റെ ആത്മാവ് ശരീരം റുകാതുരുഷാട് അനുഗ്രഹത്താല ദേവോത്തരണയോഗ്യമാർപ്പാൻ പൂർവ്വം നിമിച്ചല്ലോ. ഇനിയും മാതാവിനെ സന്തോഷിക്കുന്ന ഞങ്ങൾ ശത്രുക്കളുടെ രക്ഷിച്ചാണെന്ന് ഈ അപേക്ഷകളൊക്കെ യർത്താ വിശ്വമിഷാടിയോതിലെ കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നറിയുകയും ചെയ്യുമാറാണ്. മേ ഓ കണ്ണാടി കണ്ണാണത്തില്ലല്ലേ. യാക്കോബ് 2-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ഒരു സഹോദരനോ സഹോദരിയോ
ആവശ്യത്തിന് വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ കഴിയുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ശരീരത്തിന് ആവശ്യമായത് അവർക്ക് കൊടുക്കാതെ സമാധാനത്തിൽ പോവുക, തീ കായുക, വിശപ്പെടുക്കുക എന്നൊക്കെ അവരോട് പറയുന്നുവെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? പ്രവർത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. നമ്മുടെ കർത്താവ് യേശു മിശിഹായ്ക്ക് സ്തുതി. എന്നതാടാ? PSCയുടെ മെമ്മോയാ. പഞ്ചായത്ത് ഓഫീസറാ. എവിടെയാടാ പോസ്റ്റിംഗ്? കുട്ടനാട്ടിൽ തന്നെ. ആഹാ, കോളടിച്ചല്ലോടാ. പഞ്ചായത്ത് ഓഫീസർ ആവുമ്പോ എന്തെങ്കിലുമൊക്കെ തടയും. ഇങ്ങനെയൊന്നുമില്ലെന്നേ. ആ, എല്ലാ ഗ്രേസി കൊച്ചിന്റെ ഭാഗ്യം. അല്ല എന്തു പറയാൻ. വാ കേറ്. അമ്മച്ച അറിയണ്ട, ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞു. ഗൗതമി മോളല്ലേ വരുന്നത്? ആണെങ്കിൽ എന്നാത്തിനാ അമ്മച്ചി? ഗൗതമി മോളെ അമ്മച്ചി ഇവളിതൊരു വിട്ടില്ലായിരുന്നു. റായലമ്മ എന്ത് ഇത്? വാ വന്നേ, ഇങ്ങ് കേറ്. അതെ, ഗൗതമി സാർ അവിടെ നിന്ന് നിന്നേ. എന്താ? അല്ല, ഈ ടിക്കറ്റ് കയറാൻ പറ്റാത്തതിന്റെ ചുരുക്കാണോ എന്റെ അമ്മയടുത്ത് കാണിക്കുന്നത്? സൈക്കിളിൽ നിന്ന് കയറിവിടോ, ഞാൻ പോട്ടെ. എനിക്ക് താനത് പറഞ്ഞിട്ട് പോയാ മതി. അതൊന്നും തന്നെ പോലുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അതന്നെ, എനിക്ക് മനസ്സിലാവാത്ത ഞാൻ പഠിക്കാത്തൊരു സിലബസ്. തന്നെ ഞാൻ താമസിക്കാൻ പഠിപ്പിക്കാം. എന്നാ പിന്നെ നീ പഠിപ്പിച്ചിട്ട് പോയാ മതി. ഒന്നുമില്ല അമ്മച്ചി. എനിക്കറിയില്ല. എന്താ നിന്റെ പ്രശ്നം? അങ്ങനെ ചോദിക്കാം. നോക്കി പിടിപ്പിക്കുന്നേ. ഞാൻ ഇവിടെ ഒന്ന് കാണാതിരിക്കുവായിരുന്നു. അതെ, നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, ഞാൻ പല പ്രാവശ്യമായിട്ട് കാണാൻ നോക്കുമ്പോൾ ഇവള് മുങ്ങുവാടാ. ഇവളെന്നെ മുങ്ങിക്കപ്പില്ല. ഞാൻ അത് ചോദിക്കുവായിരുന്നു. നീ ഒക്കെ പത്രത്തിൽ പൈസ കൊടുത്താ അമ്മച്ചി. പിന്നെന്താടി കൊച്ചാ നിന്റെ പ്രശ്നം? ഇടിപൊടുന്നൊന്നും എന്നെ വിളിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഓ, ഗൗതമി സാറെ അങ്ങ് നീട്ടി വിളിപ്പിക്കണം. നീ ഉണ്ടായിരുന്നു. ഇനിയിപ്പോ ഞാനൊന്നും പറയുന്നില്ലേ. കൊച്ച എന്നാ പ്രശ്നം ഇങ്ങനെ നടക്കാതെ പുന്നരമ്മനോട് അങ്ങ് ചോദിച്ചാൽ മതി. ഈ പെണ്ണ് തനിക്കല്ലോ ഓളം. അതിനൊക്കെ ഒരു കാരണമുണ്ട് അമ്മച്ചി. ഞാൻ പറയാം. ഇങ്ങനെയുണ്ടോ? നിനക്ക് ആ കൊച്ചിനെ നേരത്തെ അറിയാമോ? ആ കൊച്ച മറ്റേ എംപാനൽ കണ്ടക്ടർ. ഏത്? ആ KSRTC നിനക്ക് ജോലി കിട്ടിയപ്പോ പിരിച്ചുവിട്ടോ? അതന്നെ. ചുമ്മാതല്ല, നിന്നോടുള്ളതാ. അവൾ എന്നോട് തീർത്തോണ്ടിരുന്നു. അവൾക്കല്ലേ ഒടുക്കത്തെ ഒരുമാതിരി ഈ മനുഷ്യരെ കാണാത്ത പോലെ. അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവക്ക് അച്ഛനില്ല, പിന്നുള്ള 2 അനീതിമാരാ. കീറിക്കിടക്ക ഒരു കിടപ്പാടം പോലും ഇല്ല. നിന്നെ ഈ പ്രായത്തിൽ ഇവിടം വരെ എത്തിക്കാൻ ഞാൻ എന്തൊരു കഷ്ടപ്പെട്ടു. പിന്നെ അവിടെ കാര്യം പറയണം. ഞാൻ ഒരു കാര്യം ആലോചിക്കായിരുന്നു. എന്തോ? ആ കൊച്ചിനെ ഞാനൊരു ജീവിതം കൊടുക്കട്ടെ? അത് വേണ്ട, അത് വേണ്ട. നീ ഇവിടെ നിന്ന് നമ്മളെ ചൂണ്ടിടാതെ ആ കുളത്തിൽ പോയി ചൂണ്ടിട്ടോ കേട്ടാ. എന്റെ മൊഞ്ചല്ല. കുളത്തിൽ പോയി ചൂണ്ടിട്ടാ ഉച്ചക്ക് മീൻ കൂട്ടി ചോറുണ്ണാ. ഉറപ്പാന്നോ? ഉറപ്പാ. പോടാ. അപ്പോ ചൂണ്ടിടാല്ലേ? ഇവിടെ മുഴുവൻ ഉറുമ്പാന്നേ. ഇങ്ങോട്ട് മാറ്റി. എടാ, എന്റെ ചെക്കന്റെ വരവുണ്ടല്ലോ, നാടറിഞ്ഞിട്ടൊന്ന് കിലുങ്ങണം. അല്ലാതെ അതെ.
ഇവന്മാര് തന്നെ എടുക്കാതെ എല്ലായിടത്തും എന്റെ കണ്ണത്ര അതെ എടാ നോക്കി നിൽക്കാതെ ഒന്ന് പെട്ടെന്ന് ചെയ്യണാവേ. അല്ല 10 മണിയായിട്ട് ഇവരിത് എവിടെ പോയി കിടക്കുക? ഒരു സർക്കാർ ഓഫീസിൽ ഇന്ന് ചാർജ് എടുക്കേണ്ടവൻ ഇതുവരെ ആയിട്ട് എത്തിയില്ലെന്ന് വെച്ചാ ഇവനൊന്നും ഒരിക്കലും നേരെ ആവില്ലെന്നേ. എടാ നീ ഒന്ന് വൃത്തിയിലും വെടുപ്പിലും വലിച്ചു കെട്ടടാവേ. ഞാനൊന്ന് അകത്ത് പോയി അന്വേഷിക്കട്ടെ. സാറേ ഇവിടുത്തെ ഓഫീസറാണോ? ആണെങ്കിൽ പുതിയ സെക്രട്ടറി എത്തിയോ? ആറെത്തിയല്ലോ. എപ്പോ എത്തി? ആറെത്തിയിട്ട് കുറെ നേരമായി. രാജാ വക്കടാ അവിടെ വച്ചോ വച്ചോ കത്തിച്ചോ കത്തിച്ചോ. ആ ഓടിക്കോ ഓടിക്കോ. അമ്മേ അയ്യോ പഞ്ചായത്ത് ഓഫീസിന് ആരാണ്ട് ബോംബ് വെച്ച്. അകത്ത് ബോംബെടുത്താൽ നമുക്ക് രക്ഷപ്പെടാം. ആരെ പടക്കം പൊട്ടിച്ചേ? മന്ത്രിമാര് വല്ലതും വരുന്നുണ്ടോ? ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. എന്താ ഇതെന്താണോ? ആനന്ദപ്പടക്കം സെക്രട്ടറി ഒന്നോ? സെക്രട്ടറി വന്നത് ചോദിക്കാൻ താരാണോ? ഞാനോ? കേരള കോൺഗ്രസിന്റെ കോട്ടയം ജില്ലാ സെക്രട്ടറി പാലുകറിയായാലും മോരുകറിയായാലും തനിക്ക് ഇവിടെ എന്താണോ കാര്യം? സെക്രട്ടറി ഉണ്ടോ? ഞാനേ സെക്രട്ടറിയോട് സംസാരിച്ചോളൂ. ഞങ്ങൾ ആണുങ്ങൾ തമ്മിൽ പോലീസിനെ വിളിക്കും. അകത്തോട്ട് ചെല്ല്. സെക്രട്ടറി എന്തെങ്കിലും ചെയ്യും. പെട്ടെന്നൊന്ന് ചെല്ല്. ഓടാനും വയ്യല്ലോ. സെക്രട്ടറി 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 അല്ല ഈ സെക്രട്ടറി എന്താ? അല്ല പെൺ സെക്രട്ടറി മറ്റേ ആൺ സെക്രട്ടറി വരൂ. അല്ല എന്താ? ഒന്ന് പറയട്ടോ. ഈ ആൺ സെക്രട്ടറി ചെയ്തില്ലല്ലോ ഭാഗ്യം. എന്താ? ആരായാള്? ആരാന്നൊന്നും അറിയത്തില്ല സാറേ. വലിഞ്ഞു കയറി വന്നാന്ന്. പഞ്ചായത്ത് സെക്രട്ടറി കാണണമെന്ന് പറഞ്ഞാ വന്നത്. സാറിനെ വല്ലതും ഉപദ്രവിച്ചായിരുന്നു? എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, എനിക്കൊന്നും മനസ്സിലായില്ല. പുറത്തെന്തായിരുന്നു ബഹളം? സാറെ പുറത്ത് എന്താണ്ടൊക്കെയോ വലിച്ചു കെട്ടിട്ടുണ്ട്. അല്ല ഈ പെൺ സെക്രട്ടറി ആൺ സെക്രട്ടറി എങ്ങനെ മൊത്തം കൺഫ്യൂഷൻ ആയല്ലോ. ഇത് ഗുണ്ടുപടി വെറുതെ ആയോ? ഒരു മിനിറ്റ്. അതാ നീ ഇരിക്കേണ്ട കസേരയിൽ ഒരു പെണ്ണ് അതെങ്ങനെ വന്നു? നീ ഇത് ചാർജ് എടുക്കണ്ടല്ലേ? ഞാനിവിടെ ഗുണ്ടുപടിയും അത് ഞാൻ വിട്ടു. എടാ എന്നെ കൊണ്ടത് പറയിപ്പിക്കല്ലേ. എടാ നീ ആ ജോലി വിട്ടോ? എടാ നിന്റെ അപ്പം മാത്രം പറയിപ്പിക്കല്ലേ കേട്ടാ. അയ്യോ അമ്മച്ച ഇങ്ങനെയൊന്നും പറയാതെ. ഞാൻ ഇപ്പൊ വരാം. പോടാ ഫോൺ. എന്തൊക്കെയും കാണണം എന്നെ ദൈവമേ. ആളെ കളിയാക്കുന്നു. എന്റെ കൊണ്ടുകൂടി വേസ്റ്റായി. എങ്ങോട്ടാ? ദോണ്ട സാറേ അത് കണ്ടോ? കഞ്ഞിപ്പാടൊക്കെ കഴിഞ്ഞു. സ്ഥലത്തുമ്പോ പറയണമെന്ന് പറഞ്ഞല്ലേ ഏട്ടാ. പാടത്തേക്ക് നോക്കിയിരിക്കാം. മാറി എവിടെ നോക്കിയിരിക്കും. വാ ഇറങ്ങ.
ചെലപ്പോ സാറേ കോര സാർ എന്തേ 2 ദിവസമായിട്ട് ലീവിലാന്ന്. എന്താ കാര്യം? പാലാരം കണ്ട് പോന്ന് പറഞ്ഞു കേട്ടു. എങ്ങനെയുണ്ട് ഗൗതമി സാറിന്റെ പുതിയ ജോലി? സാറ് രക്ഷപ്പെട്ട് എല്ലാ മാസവും കൃത്യമായിട്ട് 1-ാം തീയതി ശമ്പളം കിട്ടും. ഞങ്ങളുടെ കാര്യം ഇപ്പോഴും ഊർജിതമായിട്ട് പോവുക. ഗൗതമി സാറേ കുറച്ച് തിരക്കുണ്ട്, ഇപ്പൊ തന്നെ സമയം ലേറ്റ്. ആ ഡോർ നടച്ചേ. അപ്പൊ ഗൗതമി സാറേ കോര സാർ വരുമ്പോ ഞാൻ പറയാം. ചിലപ്പോ സാറേ വണ്ടി എടുത്തേ, ഇവിടുന്ന് കയറാനൊക്കെ ടിക്കറ്റ് എടുത്തേ. ചില്ലറ തരണം കേട്ടോ. നിങ്ങളോട് ദേഷ്യപ്പെട്ടല്ല ചില്ലറിലൊക്കെ. ഇരിക്ക്, ബസ് വരെ ഇച്ചിരി ടൈം എടുക്കും. സാരല്ലേ ചേച്ചി, ഇപ്പൊ വരും. കോര സാറേ ഗൗതമി സാർ വരുന്നു. ഇന്നെങ്കിലും ഈ കാര്യത്തിൽ തീർപ്പുണ്ടാകാം. ഒന്നും മിണ്ടായിരിക്കും ചിലപ്പോ സാറേ. എത്ര ഗൗതമി സാർ ഇന്നെന്താ ലേറ്റ് ആയത്? 2-3 ദിവസമായിട്ടേ ഒരു കാര്യം അറിയാൻ വേണ്ടിട്ട് ഒരാളെ തിരക്കി നടക്കുമായിരുന്നു. ഇനി അത് അറിഞ്ഞിട്ടേ പോകുന്നു. കൈനഗിരി ഇറങ്ങാനുള്ളൊരു ഞാൻ ചോദിച്ചതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. ഇപ്പൊ തൽക്കാലം തന്നെ ഇറങ്ങും. സാറപ്പ എന്നോട് മിണ്ടൂലെന്ന് തീരുമാനിച്ചിട്ടല്ലേ? ശരി. അതെ, ടിക്കറ്റൊക്കെ ഓക്കെ അല്ലേ? എനിക്ക് പറയാനുള്ളത് അതിനകത്തുണ്ട്. ഒത്തിരി PS ഒക്കെ എഴുതിയല്ലേ, ആലോചിച്ചിട്ട് കണ്ടുപിടിക്കും.